ഞാനിന്ന് എൻ്റെ തോട്ടത്തിലെ ഫാം ഹൗസിലാണ്. തോട്ട കാഴ്ചകളിലെത്തിക്കാണ് ഇനി ഞാൻ പോകുന്നത്. എൻ്റെ തോട്ടത്ത് ഇന്ന് രാവിലെ ഞാൻ എത്തി. എൻ്റെ റബ്ബറിൻ്റെ ഇടയിൽ കൂടെയൊക്കെ കുറേ നടന്നു. ഇത് കിഴക്ക് ഭാഗമാണ്, കിഴക്ക് കാഴ്ചയാണ്. നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്. അപ്പോൾ ഫാനൊന്ന് നിർത്തിയിട്ട് പോകാം. എൻ്റെ ഈ ഫാം ഹൗസിൻ്റെ പാല് കാച്ചിന് എൻ്റെ ബ്രദർ വാങ്ങിത്തന്ന ഫാനാണിത്. ഇത് കൊച്ചു വീടാണ്, 1000 സ്ക്വയർ ഫീറ്റിനകത്തേ ഉള്ളൂ. താഴത്തെ നിലയിലേക്ക് പോവുകയാണ്. നോക്കി ഇറങ്ങിയാണ്. പഴയതുപോലെ ഓടിച്ചാണ്ടിയൊന്നും ഇറങ്ങാൻ പറ്റില്ല. ഈ കൊച്ചു വീട് 1000 സ്ക്വയർ ഫീറ്റേ ഉള്ളുവെങ്കിലും പല നിറങ്ങളും പല രീതികളുമൊക്കെ കൊടുത്ത് ഞാൻ മനോഹരമാക്കിയിട്ടുണ്ട്. എൻ്റെ കൊച്ചടുക്കള, ഇവിടെ അടുക്കള, കൊച്ചടുപ്പ്, ചായ, കൊച്ചു ബാത്റൂമാണ്. ഇത് 7 അടി പൊക്കേ ഉള്ളൂ. ആ 7 അടിക്ക് മോൾ ഭാഗം ഞാൻ കിടക്കാൻ വേണ്ടി ഒരു തട്ടുണ്ടാക്കി. അത് ഹൈറ്റ് കുറച്ച് ഉള്ള സൗകര്യത്തിൽ ചെയ്തതാണ് ഈ കൊച്ചു ബാത്റൂം. വളരെ സന്തോഷത്തോടു കൂടി ഞാൻ വെച്ച കൊച്ചു വീട്. കാരണം മുകളിൽ നിന്നുമൊക്കെ എല്ലായിടം നോക്കത്തക്ക രീതിയിലും വലിയ ചിലവില്ലാതെ രീതിയിൽ വെച്ച വീടാണ്. റോസയും മറ്റും ചേർന്ന ചെടിയാണ് ഇത്. വരുത്തിയതാണ്, ഓർഡർ കൊടുത്ത് വരുത്തിയ ചെടിയാണ്. അത് പുതിയതായിട്ട് നടാൻ പോവുകയാണ്. ഒരു ഏത്തൻ വാഴ കൊലച്ച് നിൽക്കുകയാണ്. അത്രത്തോളം വളമൊന്നും കിട്ടിയില്ല, എന്നാലും അതുള്ള സാഹചര്യത്തിൽ ഒടിച്ചു വന്ന് വളർന്നു കൊലച്ചു. കാരണം കറി വയ്ക്കാനൊക്കെ കിട്ടും. അപ്പോൾ പുതിയ ചെടി നടാൻ വേണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഹെഡായിട്ടുള്ള കൃഷിക്കാരൻ വന്നിട്ടുണ്ട്. എൻ്റെ അല്ലാണ് കുറച്ചുകൂടി അങ്ങോട്ട് നടി, അറ്റത്തോട്ട് പോകുന്നത്. അതിയല്ല. അപ്പോൾ വരവ് ചെടി നടാനുള്ള തയ്യാറെടുപ്പിലാണ്. ഭാര്യയാണ് വരുത്തിയത്. അങ്ങനെ പുതിയ 2 ചെടികൾ വന്നിട്ടുണ്ട്. നമ്മുടെ കുടുംബത്തിലത്തേക്ക് വന്നിട്ടുണ്ട്, തോട്ടത്തിലത്തേക്ക് വന്നിട്ടുണ്ട്. റോസ് ഇങ്ങനെ മാലമാലയായിട്ട് റോസ് പൂത്ത് താഴോട്ട് നിൽക്കും. അതാ ഇപ്പം റെഡിയാണ്. ഇതിനിടയിൽ വൈകുന്നേരത്ത് കുടിക്കാനുള്ള ചായ വന്നിട്ടുണ്ട്. ചായയും ബിസ്ക്കറ്റുമാണ് ഇന്നത്തെ. ഇവിടെയൊക്കെ വെച്ച് ഇങ്ങനെ ഒരു ചായ കിട്ടുമ്പോൾ അതിൻ്റെ സുഖമൊന്നും വേറെയാണ്. 3 പേർക്കുള്ള ചായയും ബിസ്ക്കറ്റുമാണ്.
റബ്ബർ തോട്ടത്തിലേക്ക് പോകുന്ന തോട്ടത്തിനകത്തെ കൊച്ചു ഗേറ്റാണ്. ഈ ഗേറ്റിൽ ഇങ്ങനെ ആർച്ചായിട്ട് നട്ട് വളർത്തിയെടുക്കണം. ആ വെട്ടിക്കൊണ്ട് നിൽക്കുന്ന ആള് തന്നെയാണ് ഈ കാണുന്ന ചീമപ്പിലാവ് നട്ടത്. അതായത് എത്ര വർഷമാവും നട്ടിട്ട്? ഒരു 3 വർഷമാവും ചീമപ്പിലാവ് നട്ടിട്ട്. അപ്പുറത്തെ സൈഡിലുള്ള ആ റബ്ബറിൻ്റെ ഒരു തണല് ആയതുകൊണ്ട് കുറച്ച് വളർച്ചയ്ക്ക് കുറവ് വന്നിട്ടുണ്ടെങ്കിലും മറുവശത്ത് വെയിൽ നല്ലതായിട്ടുണ്ട്. മറുവശത്ത് നല്ലതായിട്ട് വെയിലുണ്ട്. ഉള്ള സൗകര്യത്തിൽ ഞാൻ നടിയിപ്പിച്ച ചീമപ്പിലാവാണ്. കാരണം പാളയം മാർക്കറ്റിൽ നിന്ന് ഒരു ചെറിയ ചീമ ചക്ക വാങ്ങിയപ്പോൾ 100 രൂപ വാങ്ങി. വലിയ സാധാരണ ചക്കയേക്കാളും ഉള്ള വില കൊടുത്തു. പക്ഷെ അത് നല്ല ചീമ ചക്കയായിരുന്നു. മനസ്സിലായെന്തോ? ചീമച്ചക്ക ചെറുത്, സാധാരണ ചക്കയല്ല. മൊത്തം നല്ല തണലായി. തൊട്ടപ്പുറത്ത് ഇത് ജോലിക്കാർക്കൊക്കെ ഉള്ള പുറം പണി ചെയ്യുന്ന ആൾക്കാർക്കുള്ള ബാത്റൂമാണ്. അവിടെ ഒരു മയിലിൻ്റെ പടമുള്ള ഗേറ്റാണ് വെച്ചിട്ടുള്ളത്. തൊട്ടടുത്ത് ചീമപ്പിലാവ്. ആ കാണുന്ന ഡിഷ് പണ്ട് ആദ്യം ഉണ്ടായിരുന്ന റബ്ബർ വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ പാലൊഴിച്ച് വെച്ചിരുന്ന ഡിഷാണ്. ആ 2 ലൈറ്റ് നമ്മുടെ സ്റ്റുഡിയോയിൽ വീഡിയോ എടുക്കാൻ പോകുമ്പോൾ പണ്ട് ഞാൻ കൊണ്ട് കല്യാണ മണ്ഡപത്തിലൊക്കെ വെച്ചിട്ടുള്ള അതാണ് ഡിഷ്. ചീമപ്പിലാവ്, ചാണാപ്പൊടിയുണ്ട്, കുഴിയും രണ്ടും കൂടെ. ചാണകം വാങ്ങി ഉണക്കി വെച്ചിട്ടുണ്ട്. ഓരോ ലോഡ് ചാണകം 4500 രൂപ ഒരു ലോഡ് ചാണകത്തിന്, വലിയൊരു ലോറി. അപ്പോൾ വാങ്ങി കൊണ്ടിട്ടേക്കും അതിങ്ങനെ ചാണകം ഉണങ്ങിക്കിടക്കും. എന്തെങ്കിലും ഇതേപോലെ ആവശ്യങ്ങൾ വരുമ്പോൾ കുറേശ്ശെ എടുക്കും. ഒന്ന് ഒടിഞ്ഞു പോയി. ഒന്നും നടാം. അപ്പോൾ പുതിയ വരവ് റോസ ഇങ്ങനെ വളർന്ന് പന്തലിച്ച് നിൽക്കുമെന്നുള്ളതാണ്. എൻ്റെ കൊണ്ട മറ്റതിൻ്റെ കൊണ്ട ഒന്ന് ഒടിഞ്ഞു. അപ്പോൾ ഇത് ചാണകപ്പൊടി ഇട്ടിട്ട് നടണ കുറച്ച് ചാണകപ്പൊടി ഇട്ടാൽ മതി. അപ്പം നടുത്താ നമ്മുടെ സൂര്യഭഗവാന് നോക്കി തന്നെ നടാം. ദൈവം മഞ്ഞ കളർ പ്ലാവ്. കുറച്ചിട്ടാൽ നല്ല പൊടിയുള്ളു. ബാക്കി പിന്നീട് പൊടിയിടാം. അങ്ങനെ ഇത് വളർന്ന് പന്തലിച്ച് അങ്ങ് അപ്പുറത്തോട്ട് എല്ലാവർക്കും ഭംഗിയായിട്ട് കാണത്തക്ക രീതിയിൽ മതി ഉണങ്ങിയിട്ടിട്ടാണ്. മതി ഉണങ്ങിയിട്ടിട്ടാണ്. പൊടിച്ച് വരണം. സ്വാഗതം. ബഡ് ജോയിന്റ് ഇപ്പോൾ പോയി. പാഴ്സലൊക്കെ പല പല വണ്ടിയിൽ വന്ന് ഇവിടെ ഇളക്കിയിട്ട് ഇത് വേര് ഇവിടെ നിറങ്ങിക്കോളും. അല്ലാതെ താഴ്ത്ത് വെച്ചേക്കാം. പൊടിച്ചതിന് ശേഷം ചാണകപ്പൊടി ചേർത്ത് ഇതിൽ തന്നെ വെച്ചേക്കാം. അതിൽ ഇതിലും വിളകാൻ ചാൻസ് ഉണ്ട്. അല്ല, ഇതിൻ്റെ ഇവിടെ ചേർത്ത് വെച്ചിട്ട് ഇത് കാച്ച
വള്ളിക്കട അത് മൊത്തം വെയിലത്ത് പോവുകയും ചെയ്തു. അടുത്ത സ്റ്റെപ്പ് ആയി. ഒരു സ്റ്റെപ്പ് വന്ന് അത് കായ് ഫലമായിട്ട് മാറിയില്ല. കള്ളക്കള ഞാൻ എന്തെന്നോ പറയല്ല. രണ്ടാമത്തത് വരും, ഗംഭീരമായിട്ട് നിറച്ച് വരും. വെടിക്കെട്ട് പോകും പോലെയാണ് മുകളിലോട്ടും പല വഴിക്കും പോകുന്നത്. ഈ കവരത്തിൽ കയറി നിന്ന് ചീമച്ചക്ക പറിക്കണം, അതാണ് എൻ്റെ ടാർഗറ്റും ആഗ്രഹവും. ഇത് ഇതേപോലെ കുറച്ച് നാൾ മുമ്പ് നട്ട വാഴയാണ്. അത് ഒന്ന് കുലച്ച് മറ്റതും കൂമ്പ് വരുന്നുണ്ട്. ഇതൊക്കെ സന്തോഷ കാഴ്ചകളാണ്. ഏത്തം വാഴ നട്ട് വന്ന് ഇഷ്ടംപോലെ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി മറ്റ് വേറൊരു റോസയുടെ ചെടി നടാൻ പോവുകയാണ്. കൂട്ടത്തിലുള്ള ഒരു റോസയുടെ ചെടി തൈ നടാൻ പോവുകയാണ്. അപ്പോൾ അവിടുത്തെ ആർച്ചിലും ഇവിടുത്തെ കൊച്ച് ഗേറ്റിൻ്റെ ആർച്ചിലും ഈ 2 തരം റോസ ചെടി പടർന്ന് നിൽക്കുന്ന കാഴ്ച കുറച്ച് കൊല്ലം കഴിയുമ്പോൾ കാണാം. ഇതെന്തോന്ന് കോളാമ്പി കോളാമ്പി ഒരു വെട്ടി ഇതൊക്കെ ഒരു കൂട്ടുകാർ വന്നിട്ടുണ്ട്. കൂട്ട് കാഴ്ച നിൽക്കും. ഇമ്പോർട്ടഡ് ഫ്രം രാജസ്ഥാൻ. ബാബാ അറ്റം വരെ പിടിക്കാൻ പറ്റും. ആ കാണുന്ന റബ്ബറെല്ലാം നട്ടത് കൂടെ നിന്നാണ്, വെള്ളം കോരി. ഇപ്പോഴത്തെ ചെടിയിലൊക്കെ ഒന്ന് കുരിഞ്ഞു നിന്ന് നടു ഉടക്കിയാൽ പിന്നെ വലിയ പാടാണ്. അങ്ങനെ നീ വളർന്ന് പൂ പന്തലിച്ച് ഈ ഗേറ്റിനും എല്ലാവർക്കും അഭിമാനവും എങ്ങനെ മനോഹരമായിരിക്കണം. ഈ ഗേറ്റിൻ്റെ മുകളിൽ കൂടെ ആ കോളാമ്പിപ്പൂ ചെടി പടർന്ന് ഒരു നാൾ നിൽക്കും. അതിനു വേണ്ടിയാണ് ഈ നട്ടത്. പ്രതീക്ഷകളാണല്ലോ എല്ലാം.